എറണാകുളം റിനൈ മെഡിസിറ്റിയിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജി വിഭാഗം തലവൻ ഡോക്ടർ വിനോദ് തോമസ്. ഇദ്ദേഹം ഇപ്പോൾ ചോദിക്കുന്നത് വെച്ചാൽ ഈ ആൻജിയോഗ്രാമും കിഡ്നിയുമായിട്ടുള്ള ഒരു റിലേഷനാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു ട്യൂബ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു ഡൈ കുത്തി വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ ഈ ഡൈ കിഡ്നിയുടെ ഉള്ളിൽ കൂടെ വേണം പുറത്ത് പോകുന്നതിന് വേണ്ടി. കിഡ്നിയാണ് അത് പുറത്ത് കളയുന്ന സാധനം. അപ്പോൾ ഓൾറെഡി കിഡ്നിക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ക്രിയാറ്റിനിൻ ലെവലായിരിക്കണം അദ്ദേഹം പ്രതിപാദിച്ചത്. അത് 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടി നിൽക്കുന്നതാണ്. സാധാരണ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണ് അങ്ങനെ കണ്ടുവരുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ ഡൈ കൂടി കൊണ്ട് കൊടുക്കുമ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം കുറച്ചുകൂടിയും താഴെ പിന്നെയും പോവുകയും പിന്നെ ഡയാലിസിസിൻ്റെയും മറ്റും ആവശ്യം വരികയും ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതൊരു ചാൻസ് മാത്രമാണ്, പക്ഷേ എങ്കിലും അതൊരു അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കിഡ്നി പ്രവർത്തനം താഴ്ന്നു നിൽക്കുന്ന ആൾക്കാരിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ കുറച്ചും കൂടി സൂക്ഷിക്കേണ്ടതാണ്. ഈ അതിന് വേണ്ട രീതിയിലുള്ള പ്രിക്കോഷൻസ് മറ്റും ഇട്ടതിന് ശേഷം ആണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. 1.6 എന്ന് പറഞ്ഞാലും കുറച്ച് മോശം തന്നെയാണ്, വല്ലാണ്ട് മോശമല്ല, കുറച്ച് മോശം തന്നെയാണ്. കിഡ്നിയുടെ ഡോക്ടറെയും മറ്റ് ഇത് ചെയ്യുന്നതിൻ്റെ എത്രത്തോളം ആവശ്യമുണ്ടെന്നുള്ളതിൻ്റെയും അത് ബാക്കി മുന്നോട്ട് നമ്മൾ എന്താണ് കാണുന്നതെന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമേ ഒരു ഡിസിഷൻ എടുക്കാവൂ. രണ്ടാമത് ഏതാ നോർമൽ 1.4 അതെ, അത് നമ്മൾ അതിൻ്റെ ലെവൽ നോക്കിയതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ചിട്ട് ഇതാവൂ. കാരണം ഈ ഡൈ എത്ര വീര്യം കുറഞ്ഞത് ഉപയോഗിച്ച് കഴിഞ്ഞാലും കിഡ്നിമ ചെറിയൊരു ഇഫക്റ്റ് ഉണ്ട് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോഴും. കാരണം ഡൈ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം അതുകൊണ്ട് കിഡ്നിയുടെ പ്രവർത്തനം മോശമുള്ള ആൾക്കാർക്ക് നമുക്ക് അത് ബാക്കി കാര്യങ്ങൾ കൂടി നോക്കിയതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഹലോ ഡോക്ടർ, എനിക്ക് ഇത് കുറച്ച് തടസ്സമുണ്ട് ഡോക്ടർ. ബ്ലോക്ക് അല്ല, മറ്റേ കുറച്ച് വീക്കാണ് പറഞ്ഞ ഡോക്ടർ രാമകൃഷ്ണൻ. അയ്യോ, അപ്പൊ എനിക്ക് ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തു. ഞാൻ പരിഹാരത്ത് പോയിട്ട് ആൻജിയോഗ്രാം ടെസ്റ്റ് കഴിഞ്ഞപ്പോ എനിക്ക് കിഡ്നി തകരാറുണ്ട്, അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഇവിടെ വന്നിട്ട് കാസർഗോഡ് വന്നിട്ട് കിഡ്നി ഡോക്ടറെ കാണിച്ചിട്ട് ശരിയാക്കി. 2 ഉണ്ടായിരുന്നു കിഡ്നിന്റെ അളവ്, അത് 1.6 എത്തി. അത് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ ഡോക്ടർ? വിളിച്ചതിന് നന്ദി.